എല്ലാവർക്കും വീണ്ടും അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവരും സന്തോഷവാന്മാരായും സന്തോഷവതികളായും ഇരിക്കുന്നു എന്ന വിശ്വാസത്തോടു കൂടി നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് കടക്കാം. ഉടനെ സ്കൂളുകളൊക്കെ തുറക്കും. അപ്പോൾ നമുക്ക് നേരിൽ കാണാം. പഠിത്ത കാര്യങ്ങളിൽ നിന്നും ഉപേക്ഷ വിചാരിക്കരുത്. നോട്ട് കൃത്യമായിട്ട് എഴുതിയെടുക്കുക. സംശയമുള്ളതൊക്കെ നോട്ട് ചെയ്ത് വെച്ചേക്കുക. സ്കൂൾ തുറക്കുമ്പോൾ നമുക്ക് വീണ്ടും പറഞ്ഞുതരാം. അടുത്ത ഭാഗത്തേക്ക് നമ്മൾ കിടക്കുന്നു. നാഷണൽ ഇൻകം അക്കൗണ്ടിങ്ങിൻ്റെ മെത്തേഡ്സ് ഓഫ് മെഷറിംഗ് നാഷണൽ ഇൻകം എന്ന ഭാഗമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അതില് വാട്ട് ആർ ദ ഇമ്പോർട്ടന്റ് മെത്തേഡ്സ് ഓഫ് മെഷറിംഗ് നാഷണൽ ഇൻകം, ദേശീയ വരുമാനം കണക്കാക്കാൻ ഉപയോഗിക്കുന്ന മെത്തേഡുകളെ അല്ലെങ്കിൽ രീതികളെ കുറിച്ച് വിവരിക്കുക. നാഷണൽ ഇൻകം ഈസ് ദ സം ടോട്ടൽ ഓഫ് ദ വാല്യൂ ഓഫ് all goods and services produced in a country during a given period of time and usually 1 year. ഒരു രാജ്യം ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ സാധന സേവനങ്ങളുടെയും ആകെ തുകയെ ദേശീയ വരുമാനം എന്ന് പറയുന്നു. There are three important methods of measuring national income. ദേശീയ വരുമാനം കണക്കാക്കാൻ ഉപയോഗിക്കുന്ന രീതികളെ മൂന്നായിട്ട് തരംതിരിക്കാം. ഒന്ന് പ്രോഡക്റ്റ് മെത്തേഡ് ഓർ വാല്യൂ ആഡ് മെത്തേഡ് ഓർ ഔട്ട്ലേ മെത്തേഡ്. ഉൽപ്പന്ന രീതി അഥവാ കൂട്ടിച്ചേർത്ത മൂല്യ രീതി. സെക്കൻഡ് എക്സ്പെൻഡിച്ചർ മെത്തേഡ് ഓർ ചെലവ് രീതി. ലാസ്റ്റ് ഇൻകം മെത്തേഡ്. അതിൽ ഒന്നാമത് പഠിച്ചത് പ്രോഡക്റ്റ് മെത്തേഡാണ്. പ്രോഡക്റ്റ് മെത്തേഡ് എന്ന് പറയുമ്പോൾ ഒരു രാജ്യത്തിന്റെ ഉൽപ്പാദിപ്പിക്കപ്പെട്ട സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ദേശീയ വരുമാനത്തിലേക്കുള്ള പ്രവാഹത്തെയാണ് ഉൽപ്പന്ന രീതി എന്ന് പറയപ്പെടുന്നത്. ഇത് കണക്കാക്കാൻ 5 സ്റ്റെപ്പുകളുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. 5 സ്റ്റെപ്പുകളിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് വാല്യൂ ഔട്ട്പുട്ട്, വാല്യൂ ഔട്ട്പുട്ട് ഉൽപ്പന്ന മൂല്യം. രണ്ടാമത്തെ വാല്യൂ ആഡഡ് കൂട്ടിച്ചേർത്ത മൂല്യം. മൂന്നാമത്തത് ഗ്രോസ് വാല്യൂ ആഡഡ് കൂട്ടിച്ചേർത്ത മൊത്ത മൂല്യം. നെക്സ്റ്റ് നെറ്റ് വാല്യൂ ആഡഡ് കൂട്ടിച്ചേർത്ത അറ്റ മൂല്യം. ലാസ്റ്റ് NNP ആയിട്ടുള്ള നെറ്റ് നാഷണൽ പ്രോഡക്റ്റ്. അതിനുശേഷം എക്സ്പെൻഡിച്ചർ മെത്തേഡ്, രണ്ടാമത്തെ മെത്തേഡാണ് നമ്മളൊന്ന് പഠിച്ചുകൊണ്ടിരുന്നത്. രണ്ടാമത്തെ സെക്കൻഡ് മെത്തേഡ് എക്സ്പെൻഡിച്ചർ മെത്തേഡ്. അത് നമ്മൾ പറയും ചെലവ് രീതി. ചെലവ് രീതി കണക്കാക്കാൻ വേണ്ടി 4 ഘടകങ്ങൾ ഉപയോഗിക്കുന്നു എന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിക്കുകയുണ്ടായി. ആൾ ദ എക്സ്പെൻഡിച്ചർ ഓഫ്, ഒന്നാമത്തത് ഹൗസ് ഹോൾഡ്, രണ്ടാമത്തത് ഫേം, മൂന്നാമത്തത് ഗവൺമെന്റ്, നാലാമത്തത് എക്സ്റ്റേണൽ സെക്ടേഴ്സ്. ആദ്യത്തേല് 5 മെത്തേഡ്, രണ്ടാമത് പഠിച്ചതില് 4 മെത്തേഡ്. ഹൗസ് ഹോൾഡ്, ഫേം, ഗവൺമെന്റ്, എക്സ്റ്റേണൽ സെക്ടേഴ്സ്. ഗാർഹിക മേഖല, ഉൽപാദന മേഖല, ഗവൺമെന്റ്, ബാഹ്യമേഖല എന്നീ 4 ഘടകങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എക്സ്പെൻഡിച്ചർ മെത്തേഡ് ആയിട്ടുള്ള ചെലവ് രീതി കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട്
ഒന്നാമത്തതിനെ നമ്മൾ ഹൗസ് ഹോൾഡ് അഥവാ സി, രണ്ടാമത്തത് ഫേം അഥവാ ഐ, അടുത്ത ജി, അടുത്തെന്ന് പറയുന്നത് എക്സ്. ഇപ്പൊ സി എന്ന് പറഞ്ഞാൽ ഹൗസ് ഹോൾഡ് സെക്ടർ ഓഫ് ദ ഫേം, അതുകൊണ്ട് സി ഐ. ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ദ ഫേം ഐ ഐ, ഗവൺമെന്റ് ഓഫ് ദ ഫേം ജി ഐ, ദ എക്സ്പോർട്സ് ഓഫ് ദ ഫേം എക്സ് ഐ. ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് റവന്യൂ ഉണ്ടാവും. റവന്യൂ ഓഫ് ദ ഫേം, റവന്യൂ ഓഫ് ദ ഫേം ഈസ് ഈക്വൽ ടു സി ഐ പ്ലസ് ഐ ഐ പ്ലസ് ജി ഐ പ്ലസ് എക്സ് ഐ. അപ്പോൾ എക്സ്പെൻഡിച്ചർ മെത്തേഡില് റവന്യൂ കണക്കാക്കാൻ ഹൗസ് ഹോൾഡ്, ഗാർഹിക മേഖല, ഉൽപാദന മേഖല, ഗവൺമെന്റ് മേഖല, ബാഹ്യ മേഖല എന്നിവയെല്ലാം കൂടെ കൂട്ടിച്ചേർക്കണം. അപ്പൊ മലയാളത്തിൽ എഴുതുന്ന കുഞ്ഞുങ്ങൾക്ക് ചെലവ് രീതി കണക്കാക്കാൻ 4 ഘടകങ്ങൾ ഉണ്ടാവും. ഒന്നാമത്തെ ഘടകം ഗാർഹിക മേഖലയായിട്ടുള്ള അല്ലെങ്കിൽ ഉൽപാദന മേഖലയിലെ ഗാർഹികം, രണ്ടാമത്തത് ഉൽപാദന മേഖലയിലെ നിക്ഷേപം, മൂന്നാമത്തത് ഗവൺമെന്റിന്റെ ഉൽപാദന മേഖല, ലാസ്റ്റ് ബാഹ്യമേഖല. അതെല്ലാം കൂടെ ചേരുമ്പോൾ ഒരു സമ്പദ് വ്യവസ്ഥയിൽ റവന്യൂ ആവും. അതുകൊണ്ട് ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് റവന്യൂ ഓഫ് ദ ഫേം ഈസ് ഈക്വൽ ടു സി ഐ പ്ലസ് ഐ ഐ പ്ലസ് ജി ഐ പ്ലസ് എക്സ് ഐ. ഇതിനെ എല്ലാം കൂടെ എത്ര നമ്പേഴ്സ്, അതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് എഴുതുമ്പോൾ ഒരു എൻ കയറി വരും. എൻ എന്ന് പറയുന്നത് നമ്പേഴ്സ് ഓഫ് ദ ഫേം എന്നാണ്. അതുകൊണ്ട് the important formula of total revenue, ടോട്ടൽ റവന്യൂ കണക്കാക്കാൻ ഒരു സൂത്രവാക്യം മൊത്തത്തിൽ നമ്മൾ ഉപയോഗിച്ചാൽ സിഗ്മ, നമ്മൾ നേരത്തെ പഠിച്ചു തന്നെയാണ്, I minus 1 raised to n RBI is equal to, അപ്പൊ നോക്കിയാ മക്കളെ, സിഗ്മ I minus 1 raised to n RBI ഒരു സമ്പദ് വ്യവസ്ഥയിലെ മൊത്തം റവന്യൂ കണക്കാക്കാൻ ഉപയോഗിക്കുന്ന സൂത്രവാക്യമാണ്. ശ്രദ്ധിക്കല്ലേ, സിഗ്മ I minus 1 raised to n CI plus sigma I minus 1 raised to n II plus sigma I minus 1 raised to n GI plus sigma I minus 1 raised to n XI. ഇതാണ് പ്രധാനപ്പെട്ട ഫോർമുല. ഒരു സമ്പദ് വ്യവസ്ഥയിലെ ടോട്ടൽ റവന്യൂ കണക്കാക്കാൻ, ഒരു സമ്പദ് വ്യവസ്ഥയിലെ മൊത്തം വരുമാനം കണക്കാക്കാൻ ഉപയോഗിക്കുന്ന സൂത്രവാക്യം ഏന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ മെത്തേഡ് അഥവാ ചെലവ് രീതി ഉപയോഗിച്ച് നമുക്ക് ടോട്ടൽ റവന്യൂ എങ്ങനെ കണക്കാക്കാം എന്ന് ചോദിച്ചാൽ, സിഗ്മ എന്ന് പറഞ്ഞാൽ ടോട്ടൽ മൊത്തം, ഐ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം ഇതെല്ലാം സീക്വൽ ടു ആണ് മക്കളെ, സമം മൈനസ് എല്ലാം ഐ സമമാണ് കേട്ടോ. അപ്പൊ സിഗ്മ ഐ സമം 1 റൈസ് ടു n, അതായത് സിഗ്മ ഐ സീക്വൽ ടു 1 റൈസ് ടു n RBI സമം സിഗ്മ ഐ സമം റൈസ് ടു n CI പ്ലസ് സിഗ്മ ഐ സമം റൈസ് ടു n I plus
സിഗ്മ ഐ സമം 1 റൈസ് ടു n gi പ്ലസ് സിഗ്മ ഐ സമം റൈസ് ടു n xi എന്ന സൂത്രവാക്യം ഉപയോഗിക്കുമ്പോൾ ഒരു സമ്പദ് വ്യവസ്ഥയിലെ മൊത്തം റവന്യൂ കണക്കാക്കാം. വളരെ എളുപ്പമാണ്. ഇതിന്റെ കൂടെ എല്ലാം ഈ സി ഐയും ഇതെല്ലാം ഒന്ന് തന്നെ. അവിടെ സിഗ്മ ഐ സമം 1 റൈസ് ടു n എന്ന് എഴുതിയിട്ട് സി ഐ അതെല്ലാം കാണുമ്പോഴത്തേക്ക് പേടി തോന്നുമെങ്കിലും ഇതെല്ലാം ഒന്ന് തന്നെ. അതിന്റെ കൂടെ ഓരോ അക്ഷരങ്ങളും നമ്മൾ ചേർത്ത് എഴുതിയ ടോട്ടൽ കിട്ടും. ഒരു സമ്പദ് വ്യവസ്ഥയിലെ മൊത്തം ഗാർഹിക മേഖലയിലെ വരുമാനവും ഒരു സമ്പദ് വ്യവസ്ഥയിലെ മൊത്തം ഫേമുകളുടെ വരുമാനവും ഒരു സമ്പദ് വ്യവസ്ഥയിലെ ഗവൺമെന്റിന്റെ വരുമാനവും എക്സ്റ്റേൺ ബാഹ്യ മേഖലകളിൽ കിട്ടുന്ന വരുമാനം കൂടെ ഒരുമിച്ച് ചേരുമ്പോൾ നമുക്ക് സിഗ്മ ഐ സമം റൈസ് ടു n RBI കിട്ടും എന്നാണ് ഉത്തരം. അതുമായി ബന്ധപ്പെട്ട് ഇനി എക്സ്റ്റേണൽ സെക്ടേഴ്സിലേക്ക് നമ്മൾ പോകുന്നു. എക്സ്റ്റേണൽ സെക്ടേഴ്സ് ഈസ് ഈക്വൽ ടു ബാഹ്യ മേഖല കണക്കാക്കുന്നത്. ബാഹ്യ മേഖലയിൽ ഒരു മേഖലയും നമുക്ക് ഒഴിവാക്കാം. നമുക്ക് സി വേണം, ഐ വേണം, ജി വേണം. എക്സ്റ്റേണൽ വേണ്ട, ബാഹ്യം വേണം. അപ്പൊ എക്സ്റ്റേണൽ സെക്ടേഴ്സ് ഇൻക്ലൂഡ് സി പ്ലസ് ഐ പ്ലസ് ജി. അതിനകത്ത് എക്സ് വരുന്നില്ല. അതുകൊണ്ട് അത് കണക്കാക്കുന്നത് ആദ്യം നമുക്ക് സി കണക്കാക്കണം. സി സമം ഐ പ്ലസ് സി പ്ലസ് ഐ പ്ലസ് ജി എന്ന് പറയുന്നത് നോക്കാം. നമുക്ക് സി സമം സിഗ്മ ഐ സമം 1 റൈസ് ടു n സി ഐ പ്ലസ് സി എം. സി കണക്കാക്കാൻ നമ്മൾ ആദ്യം കണക്കാക്കിയ സിഗ്മ ഐ സമം റൈസ് ടു n സി ഐ പ്ലസ് എടുത്തിട്ട് സി എം എന്താണ് ഞാൻ പറഞ്ഞത്. അടുത്ത ഇനി നമുക്ക് ഐ കണക്കാക്കണം. ഐ സമം ഇങ്ങനെ പറയാം, സിഗ്മ ഐ സമം 1 റൈസ് ടു n ഐ പ്ലസ് സി ഐ. അപ്പോൾ ഐ ഇവിടെ നമുക്ക് ഐ എം എന്ന് എഴുതാം. ഐ എം നേരത്തെ എഴുതിയത് സി എം എന്ന് എഴുതി. ഇനി അടുത്ത ജി ആണ്. സിഗ്മ ഐ സമം 1 റൈസ് ടു n ജി ഐ പ്ലസ് ജി എം. ഇത് എഴുതുന്നു ആദ്യം സി സി എം ഐ ഐ എം ജി ജി എം. ഇതാണ് എക്സ്റ്റേണൽ സെക്ടേഴ്സ് കാണാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. നോക്ക്, അതിൽ രണ്ട് അക്ഷരങ്ങളുണ്ട് നമുക്ക് നോക്കാനകത്ത്. എം റെപ്രസെന്റ്, അതിന് എം കിടപ്പുണ്ട്. എം റെപ്രസെന്റ് എന്താണെന്ന് ചോദിച്ചാൽ ഇമ്പോർട്ട്. എക്സ് റെപ്രസെന്റ് എക്സ്പോർട്ട്. സി എന്ന് പറഞ്ഞാൽ ഹൗസ് ഹോൾഡ് കൺസംഷൻ എന്നാണ്. കൺസംഷൻ. അപ്പൊ കൺസംഷൻ കണക്കാക്കാൻ കൺസംഷൻ ഓഫ് ദ ഫേമിന്റെ ടോട്ടലും കൺസംഷൻ ഓഫ് ദ എം ഇമ്പോർട്ടും. അടുത്ത ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ദ ഫേം കണക്കാക്കാൻ ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ദ ഫേം ഇൻടു എം ഇമ്പോർട്ട് തന്നെയാണ്. ജി കണക്കാക്കാൻ ജി ഗവൺമെന്റ് മൈനസ് എം ഇൻടു എം ഇമ്പോർട്ട്. ഇത് ചേരുമ്പോൾ എക്സ്റ്റേണൽ സെക്ടേഴ്സ് ആയി മാറി. അപ്പൊ എം എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ട്, എക്സ് എന്ന് പറഞ്ഞാൽ എക്സ്പോർട്ട്. ദിസ് റെപ്രസെന്റ് ദ എക്സ്പെൻഡിച്ചർ. അതിന് ചെലവ് കണക്കാക്കാൻ ഇത് വെച്ചുകൊണ്ട് ചെലവ് കണക്കാക്കുമ്പോൾ കുറയണം, വരവ് കണക്കാക്കുമ്പോൾ കൂട്ടണം. ഇത് വരവും ഇത് ചെലവുമാണ്. വരവിൽ കൂട്ടി ഇനി ചെലവിൽ നമ്മൾ കുറയ്ക്കണം. ആദ്യം കണക്കാക്കാൻ നോക്കാം. സിഗ്മ ഐ സമം 1 റൈസ് ടു n സി ഐ
കണക്കാക്കാൻ സി മൈനസ് സി എം കൺസംഷൻ നിന്നും കൺസംഷൻ ഓഫ് ദ ഇമ്പോർട്ട് കുറച്ചാൽ നമുക്ക് ചെലവിലെ സിഗ്മ ഐ സമം 1/n CI കിട്ടും. ഇനി അടുത്തത് സിഗ്മ ഐ സമം 1/n അടുത്ത ഐ കിട്ടാൻ എന്ന് ചോദിച്ചാൽ നേരത്തെ പറഞ്ഞതുപോലെ ഐ മൈനസ് ഐ എം, ഐയിൽ നിന്നും ഐ എം കുറയ്ക്കണം. അടുത്തെന്ന് പറഞ്ഞാല് സിഗ്മ ഐ സമം 1/n GI കിട്ടാൻ ജി മൈനസ് ജി എം. ഇവിടെ ജി പ്ലസ് ജി എം കൂട്ടുക, അത് എക്സ്റ്റേണൽ സെക്ടേഴ്സിന്റെ റവന്യൂ എക്സ്പെൻഡിച്ചർ കുറയ്ക്കുക, ചിഹ്നങ്ങൾ മാറ്റി എഴുതിയാൽ മതി. അത് തന്നെയാണ് ഇവിടെ പ്ലസ് വരുന്നു, ഇവിടെ മൈനസ് വരുന്നു. മനസ്സിലായല്ലേ? അതിന്റെ അടിസ്ഥാനത്തില് നമ്മൾ ഒരു സൂത്രവാക്യം എഴുതുന്നു. എല്ലാവരും ശ്രദ്ധിക്കുക, വരവും ചെലവും തമ്മിൽ കണക്കാക്കുകയാണ് നമ്മൾ ശ്രദ്ധിക്കുക എല്ലാവരും. അതുകൊണ്ട് സിഗ്മ ഐ സമം 1/n RBI സമം നേരത്തെ നമ്മൾ റവന്യൂ കണ്ടുപിടിച്ചു, ഇതിലൂടെ എക്സ്പെൻഡിച്ചർ നമ്മൾ കണ്ടുപിടിക്കുകയാണ്. സി സമം സി എം പ്ലസ് ഐ സമം ഐ എം പ്ലസ് ജി മൈനസ് ജി എം പ്ലസ് എക്സ് എന്ന ഫോമിൽ ഉപയോഗിക്കണം. പ്ലസ് എക്സ്, എക്സ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാല് എക്സ് മൈനസ് എക്സം, എക്സ് മൈനസ് എക്സം. എക്സ് എന്ന് പറഞ്ഞാൽ എക്സ്പോർട്ട്, എക്സ്പോർട്ട് മൈനസ് എക്സ്പോർട്ട് ഇൻറ്റു ഇമ്പോർട്ട് എന്നാണ്. അപ്പൊ സിഗ്മ ഐ സമം 1/n RBI is equal to C സമം C minus CM plus I minus IM plus G minus GM plus X. X minus X എന്ന് പറയുന്നത് X minus XM എന്ന സൂത്രവാക്യമാണ് ഉപയോഗിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കിട്ടുന്നതാണ് GDP. GDP കണക്കാക്കാൻ എക്സ്പെൻഡിച്ചർ മെത്തേഡില് GDP കണക്കാക്കുന്നത് എങ്ങനെ, അതാണ് നമ്മുടെ ചോദ്യം. അറിയാലോ, അത് കണക്കാക്കാൻ സി പ്ലസ് ഐ പ്ലസ് ജി പ്ലസ് എക്സ് മൈനസ് എം എന്ന സൂത്രം, ഇതാണ് കണക്ക്. അപ്പൊ എക്സ്പെൻഡിച്ചർ മെത്തേഡ് ഉപയോഗിച്ച് GDP കണക്കാക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ GDP കണക്കാക്കാൻ സി പ്ലസ് ഐ പ്ലസ് ജി പ്ലസ് എക്സ് മൈനസ് എം. ജി എന്ന് പറഞ്ഞാൽ കൺസംഷൻ ഓഫ് ദ ഫേം, ഐ ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ദ ഫേം, ഗവൺമെന്റ് ഓഫ് ദ ഫേം, എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട്. അതാണ് ഇവിടെ എഴുതിയിരുന്നത്. മനസ്സിലായില്ലേ? എക്സ്പോർട്ടിൽ നിന്ന് ഇമ്പോർട്ട് കുറച്ച് കിട്ടുന്നതാണ് അടുത്ത് എഴുതിയിരുന്നത്. ഇത്രയാണ് എക്സ്പെൻഡിച്ചർ മെത്തേഡ്. ഇതുപോലെ പഠിച്ചെഴുതിയാൽ ഫുൾ മാർക്ക്. ഞാൻ ഒന്നും കൂടെ പറയുന്നു, ശ്രദ്ധിച്ച് കേൾക്കണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. അതായത് അനദർ മോസ്റ്റ് ഇമ്പോർട്ടന്റ് മെത്തേഡ് ഓഫ് calculating national income is expenditure method. It can be calculated by 4 important steps. Number 1 household, number 2 firm, number 3 government, and number 4 external sectors. Household is CI, firm II, government GI, external sectors XI. That is called the revenue of the government. Revenue of the government RBI is equal to CI plus II plus GI plus XI. Total revenue or sigma I സമം 1/n RBI സമം sigma I സമം 1/CI plus sigma I സമം 1/n II plus sigma I സമം 1/n GI plus sigma I സമം 1/n XI.
It can be two part, external sectors and the expenditure sectors. External sectors C plus I plus G. C samam sigma I samam 1 raised to n Ci plus Cm. I is equal to sigma I samam 1 raised to n Ia plus Im. G samam sigma I samam 1 raised to n Gi plus Gm. M import, X export. Expenditure sector, that is sigma I sum 1 raised to n Ci samam C minus Cm. Sigma I sum 1 raised to n Ia samam I minus Im. Sigma I sum 1 raised to n Gi samam Gm. That is total revenue sigma I sum 1 raised to n RV is equal to C minus Cm plus I minus Im plus G minus Gm plus X. X is called X minus Xm. That is calculated by GDP, gross domestic product, is equal to C plus I plus G plus X minus M. മലയാളക്കാർക്ക് വേണ്ടി അവസാനമായിട്ട് ഞാൻ ഒന്നുകൂടെ പറയുന്നു, ശ്രദ്ധിക്കുക. ദേശീയ വരുമാനത്തിലൂടെ ചെലവ് രീതി കണക്കാക്കാൻ 4 ഘട്ടങ്ങൾ അല്ലെങ്കിൽ 4 ഭാഗങ്ങൾ ആയിട്ടാണ് ദേശീയ വരുമാനത്തെ തരംതിരിച്ചു വെച്ചിരിക്കുന്നത്. ഒന്ന് ഗാർഹിക മേഖല അഥവാ CI, ഉൽപാദന മേഖല അഥവാ II, ഗവൺമെന്റ് മേഖല അഥവാ GI, ബാഹ്യ മേഖല അഥവാ XI. ഇവയെല്ലാം കൂടെ ചേരുമ്പോൾ ഒരു രാജ്യത്തിന്റെ റവന്യൂ വരുവായി അതിനെ RVI അഥവാ റവന്യൂ ഓഫ് ദ ഫേം എന്ന് വിളിക്കുന്നു. അത് കണക്കാക്കാൻ CI പ്ലസ് II പ്ലസ് GI പ്ലസ് XI n എന്ന് പറയുന്നത് നമ്പേഴ്സുകളായിരിക്കും. ഇതെല്ലാം കൂടെ ഒരുമിച്ച് ചേരുമ്പോൾ ഒരു സമ്പദ് വ്യവസ്ഥയിലെ മൊത്ത വരുമാനമായ ടോട്ടൽ റവന്യൂ ഉണ്ടാവും. അതുകൊണ്ട് സിഗ്മ I സമം 1 raised to n RVI ആണ് ടോട്ടൽ റവന്യൂ. അത് കണക്കാക്കാം. സിഗ്മ I സമം 1 raised to n CI പ്ലസ് സിഗ്മ I സമം 1 raised to n II പ്ലസ് സിഗ്മ I സമം 1 raised to n GI പ്ലസ് സിഗ്മ I സമം 1 raised to n XI. ഇതിനെ രണ്ടായിട്ട് തരംതിരിക്കുന്നു, എക്സ്റ്റേണൽ സെക്ടേഴ്സും ചെലവും. എക്സ്റ്റേണൽ സെക്ടേഴ്സ് എന്ന് പറയുന്നത് C plus I plus G, household of the firm, investment of the firm, government of the firm. അതിൽ C കണക്കാക്കാൻ സിഗ്മ I സമം 1 raised to n CI plus Cm. I കണക്കാക്കാൻ സിഗ്മ I സമം 1 raised to n II plus Im. G സമം സിഗ്മ I സമം 1 raised to n GI plus Gm. M ഇമ്പോർട്ട് ഇറക്കുമതി, X എക്സ്പോർട്ട് കയറ്റുമതി. ഇനി ചെലവ് സിഗ്മ I സമം 1 raised to n CI plus CI സമം C minus Cm. സിഗ്മ I സമം 1 raised to n II സമം I minus Im. സിഗ്മ I സമം 1 raised to n GI സമം G minus Gm. That is total revenue. അതിന്റെ മൊത്തം വരുമാനം എന്ന് പറയുന്നത് സിഗ്മ I സമം 1 raised to n RVI സമം C minus Cm plus I minus Im plus G minus Gm plus X minus Xm. That is called GDP. C plus I plus G plus X minus M എന്ന സൂത്രവാക്യം ഉപയോഗിക്കണം. ഇനി ഒരു സെന്റൻസ് കൂടെ പറഞ്ഞാല് X minus M means export minus import. എക്സ്പോർട്ടിൽ നിന്നും ഇമ്പോർട്ട് കുറച്ചാൽ നമുക്ക് X minus Xm ആയിട്ടുള്ള സംഭവം കിട്ടും. ഇതിനെ നെറ്റ്
എക്സ്പോർട്ട് എന്ന് വിളിക്കുന്നു. നെറ്റ് എക്സ്പോർട്ട്. നെറ്റ് എക്സ്പോർട്ട് എന്ന് എവിടെ കേട്ടാലും എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട്. കയറ്റുമതിയിൽ നിന്നും ഇറക്കുമതി കുറച്ചാൽ അറ്റ കയറ്റുമതിയായിട്ടുള്ള നമുക്ക് എക്സ് മൈനസ് എം കിട്ടും. It is positive export or trade surplus. ഇതിനെ ട്രേഡ് സർപ്ലസ്, കയറ്റുമതി മിച്ചം എന്ന് വിളിക്കുന്നത്. അതിന് നമ്മൾ പറയുന്നവരാണ് പോസിറ്റീവ് എക്സ്പോർട്ട് സർപ്ലസ്. പോസിറ്റീവ് എക്സ്പോർട്ട് സർപ്ലസ് ആണ് ഇവിടെ ട്രേഡ് സർപ്ലസ്. എക്സ്പോർട്ടിൽ നിന്നും കയറ്റുമതിയിൽ നിന്നും ഇറക്കുമതി കുറയ്ക്കുമ്പോൾ, കയറ്റുമതിയിൽ നിന്നും ഇറക്കുമതി കുറയ്ക്കുമ്പോൾ നമുക്ക് പോസിറ്റീവ് എക്സ്പോർട്ട് സർപ്ലസ് ആയിട്ടുള്ള ട്രേഡ് സർപ്ലസ് കിട്ടും. എന്നാൽ നെഗറ്റീവ് എന്ന് പറയുന്നത് എക്സ്പോർട്ട് ഡെഫിസിറ്റ് അഥവാ ട്രേഡ് ഡെഫിസിറ്റ്. ഇമ്പോർട്ടിൽ നിന്നും എക്സ്പോർട്ട് കുറയ്ക്കുമ്പോൾ നമുക്ക് നെഗറ്റീവ് ആണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നെറ്റ് എക്സ്പോർട്ട് കണക്കാക്കുന്നത്. എങ്ങനെ? എക്സ്പോർട്ടിൽ നിന്നും ഇമ്പോർട്ട് കുറയ്ക്കണം. എക്സ്പോർട്ടിൽ നിന്ന് ഇമ്പോർട്ട് കുറച്ചാൽ നമുക്ക് ട്രേഡ് സർപ്ലസ് കിട്ടും. ട്രേഡ് സർപ്ലസിനെ പോസിറ്റീവ് എക്സ്പോർട്ട് സർപ്ലസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. എന്നാൽ അത് ഇമ്പോർട്ടിൽ നിന്ന് എക്സ്പോർട്ട് കുറയ്ക്കുമ്പോൾ നമുക്ക് നെഗറ്റീവ് എക്സ്പോർട്ടാണ് നമുക്ക് കിട്ടുന്നത്. അതിനെ ട്രേഡ് ഡെഫിസിറ്റ് എന്ന് പറയുന്നു. ഇത്രയും കാര്യമാണ് ഈ രണ്ടാമത്തെ ഭാഗത്തിൽ നമുക്ക് പഠിക്കേണ്ടത്. ഇത് ക്ലാസ് ആവർത്തിച്ച് കേൾക്കണം. അല്ലെങ്കിൽ എല്ലാം തെറ്റിപ്പോ കണ്ടു കഴിഞ്ഞാൽ ഭീകരമായിട്ട് തോന്നുന്ന ഫോമിലുകൾ കണ്ടാലും വളരെ എളുപ്പമാണെന്ന് കുഞ്ഞുങ്ങൾക്ക് ഇപ്പം മനസ്സിലായി. 4 കാര്യങ്ങൾ മറക്കരുത്, തെറ്റിക്കരുത്. ഓക്കെ, അപ്പൊ ഇത് പഠിക്കണം. അടുത്ത ക്ലാസ്സിൽ കാണാം നമ്മളെ. ഓക്കെ, താങ്ക് യു.